മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരിയിലെ മിന്നൽ പ്രളയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അടിയന്തരമായി 10 കോടി രൂപ നഗരസഭയ്ക്ക് അനുവദിക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാരും കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലവും മുന്നറിയിപ്പ് നൽകാതെ അനിയന്ത്രിതമായി വാഴാനി ഡാം തുറന്നുവിട്ടതുമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ 2000-ഓളം വീടുകളും 1000-ഓളം സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. പൊതു ആസ്തികൾ വ്യാപകമായി നശിച്ചു. സർക്കാർ സ്ഥാപനങ്ങളും പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലേക്ക് പോയി. ഇരട്ടക്കുളങ്ങര മേഖലയിൽ മലയിടിഞ്ഞ് 4 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ ബാധിച്ചു. വെള്ളത്തിൽ മുങ്ങിയ പല വീടുകളും ഉപയോഗശൂന്യമായി മാറി. ഈ വീടുകളും സ്ഥാപനങ്ങളും പൊതു ആസ്തികളും അടിയന്തരമായി നന്നാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 കോടി രൂപ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അനുവദിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ, കൗൺസിലർമാരായ PN വൈശാഖ്, സന്ധ്യ കൊടക്കേടത്ത്, അഡ്വക്കേറ്റ് ശ്രീദേവി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശി മംഗളം തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിലെ പ്രളയത്തിൽ ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട വ്യാപാരികളെ സന്ദർശിക്കാനാണ് ഞങ്ങൾ വന്നത്. 100 കണക്കിന് കടകളാണ് വടക്കാഞ്ചേരിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിൽ മുങ്ങി ലക്ഷക്കണക്കിനുള്ള സാധനങ്ങളാണ് ഓരോരുത്തരും നശിച്ചത്. ഒരുപാട് ഇപ്പോൾ ഈ കടയിൽ തന്നെ ഏകദേശം 40 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ബാങ്കിൽ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ, തൊട്ടടുത്ത സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ രൂപ ATM-ലുണ്ട്. ഇനി അതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് നേരെ ATM-ന്ന് എടുക്കുമ്പോൾ തന്നെ കീറുമെന്നാണ് മാനേജർ പറഞ്ഞത്. അവരുടെ ഫയലുകൾ നാശമായി. അപ്പോൾ വലിയൊരു നഷ്ടമാണ്. വീടുകൾ ഏകദേശം 2000-ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി വടക്കാഞ്ചേരിയിൽ. ഒരു വലിയ ദുരന്തമാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടായത്. അത് മഴ കൊണ്ട് മാത്രമല്ല, ഡാം തുറന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്രയും അധികം വെള്ളം വടക്കാഞ്ചേരിയിൽ എത്താനും ഇത്രയധികം നാശനഷ്ടം ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിൽ സർക്കാർ കൂടി ഉത്തരവാദിയാണ്. അടിയന്തരമായി സർക്കാർ വടക്കാഞ്ചേരി നഗരസഭാ മേഖലയിലേക്ക് ഒരു 10 കോടി രൂപ അടിയന്തര ദുരിതാശ്വാസമായിട്ട് അനുവദിക്കണം. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.